ഇത് ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥയാണ്. 40 വർഷങ്ങൾക്ക് മുൻപ് ഒരേ സ്കൂളിൽ ഒരു സംഘം സുഹൃത്തുക്കൾ സ്വപ്നങ്ങളും ചിരികളും രഹസ്യങ്ങളും പങ്കിട്ടു. അവർ സൗഹൃദത്തിൻ്റെ നൂലുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരായിരുന്നു. ചില ബന്ധങ്ങൾ കാലത്തെ അതിജീവിക്കുന്നു. അത് സൗഹൃദം ബലപ്പെടുത്തിയ ബന്ധങ്ങളുടെ ആഘോഷമാണ്. സമയത്തിന് ദുർബലപ്പെടുത്താനാകാത്ത ബന്ധങ്ങളുടെ ഉറപ്പ് ഇന്ന് ഒരു പഴയ സഹപാഠിക്ക് തണലേകിയിരിക്കുകയാണ്. ഇന്ന് അവർ ഒന്നിച്ചു വരുന്നു. അന്നത്തെ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു സ്വപ്ന മന്ദിരം തീർക്കാൻ. ഇത് ഒരു സാധാരണ വീടല്ല. ബാല്യകാലത്തെ ഒരു സഹപാഠിക്ക് വേണ്ടി ഒരു ബന്ധത്തിൻ്റെ സാക്ഷ്യം. 40 വർഷങ്ങൾക്ക് ശേഷം അവർ പണിയുന്നു ഒരു സ്നേഹത്തിൻ്റെ സ്മാരകം. സ്വാഗതം ചെയ്യുന്നു ഒരു നിത്യസൗഹൃദത്തിൻ്റെ ആഘോഷത്തിലേക്ക്. ഈ വാർത്തയിൽ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ വേഗം പ്രചരിച്ചു. ബോബി, ഇത് ശശി എന്നെ വിളിച്ചിരുന്നു. എന്നെ വീട് തീരെ പോയതാണ്. വീട് ഒന്ന് നന്നാക്കാനും അല്ലെങ്കിൽ പുതിയ വീട് വെക്കാനൊന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന്. പിന്നെ ഞാൻ മംഗളത്തിൻ്റെ മുണ്ടക്കയിലെ തന്നെ അവിടെ വിട്ടു. അപ്പോൾ അയാൾ പോയി കണ്ടു. അയാൾ വളരെ ദയനീയമാണ്, വളരെ കഷ്ടത്തിലാണ്. ആ വീട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റുന്ന വീടല്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ വാർത്ത കൊടുത്തത്. ഷാജു, എനിക്കൊരു 2-3 ദിവസം കേട്ടോ. ഞാൻ മെറിലൂടെ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ഒരു പ്ലാനേ. അപ്പം എന്നെ കൊണ്ട് കുറച്ചുകൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനത് മൺഡേ ട്യൂസ്ഡേ കൊണ്ട് കൺഫേം ചെയ്യാം. ഷാജു, ഞാൻ ആലോചിച്ചിട്ടേ അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് എത്ര കിട്ടുമെന്നുള്ളത് നോക്കാം കേട്ടോ. 1000 പെർ ഹെഡ് കിട്ടുമെങ്കിൽ അതൊരു വളരെ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഓർത്തിട്ട് എനിക്ക് ഒരു ബാക്കി വരുന്നതിൽ ഒരു 4 ലക്ഷം രൂപ വരെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് മൊത്തം ഒരു 4 lakhs ടാർഗറ്റ് വെച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് എത്ര കിട്ടുന്നോ അതിൻ്റെ മേളിൽ 4 ലക്ഷം രൂപ വരെ ഞാൻ എടുക്കാമെന്നുള്ള ഒരു പ്ലാനിലിരിക്കുന്നത് കേട്ടോ. ഷാജു, നമുക്ക് അങ്ങനെ തുടങ്ങാം കേട്ടോ. അഡ്മിൻ ഗ്രൂപ്പിൽ ഒന്ന് ചർച്ച ചെയ്തിട്ട് ഡിസിഷൻ എടുത്തിട്ട് നമുക്ക് സാന്ത്വനം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമുക്ക് മെയിൻ ഗ്രൂപ്പിലോ ഇടാം കേട്ടോ. നമ്മളന്ന് തീരുമാനിച്ചതനുസരിച്ച് നാളെ ശശിയുമായിട്ടും അതുപോലെ തന്നെ മാത്യുവായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി പോകാമെന്ന് കരുതാണ്. നമുക്ക് നാളെ സംസാരിച്ചൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താം. നല്ല പ്ലാനാണ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാനും ഷാജുവും ജോയിസും കൂടി ശശിയുടെ വീട്ടിൽ പോയിരുന്നു. മാത്യു വരച്ചു തന്ന റഫ് പ്ലാൻ അയാളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഫിറോസ്, നല്ല പ്ലാൻ കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം.
ശശിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് മാത്യുവിന് ടോക്കൺ അഡ്വാൻസായിട്ട് 15,000 രൂപ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ബൃഹത്തായ പദ്ധതികളുടെ ഉദ്ഘാടനം ശുഭാരംഭം ഇന്നേക്ക് നടത്തുന്നു. 40 years have come and gone, yet the memories linger on. From the halls of St. George's School to the hearts that stayed so true. Through the years and all the change, one thing's constant, one thing remains. A bond that time cannot erase. The love we share is still the same. Back in Curico, we're standing tall. For a friend in need, we'll give it all. With every brick and every nail, we'll build a home where hope prevails. 40 years, but love won't fade. Together we'll make a brighter day. In this village, hearts entwined, a dream rebuilt in love divine. The hill stands so green, the river whisper of what's been. Through laughter, tears and silent prayers, we carry those moments everywhere. The kinship may be old, but the heart's still warm. A home is built not by stone, but by charm. When we come together once again, the past becomes the strength we lend. Back in Curico, we're standing tall. For a friend in need, we'll give it all. With every brick and every nail, we'll build a home where hope prevails. 40 years, the love won't fade. Together we'll make a brighter day. In this village, hearts entwined, a dream rebuilt in love divine. From schoolyard dreams to real life plans, we're still the same as we were then. The faces may have changed a bit, but the heart that beats, we still commit. We'll lift you up, we'll see you through. A promise kept, a love so true. So here we stand, our hearts in place. A house of love, a warm embrace. Through the years, the bond won't die. In Curico, we'll touch the sky. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ഇൻട്രഡക്ഷൻ തരാൻ വേണ്ടി നമ്മുടെ സഹപാഠി ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുമായ ഫിറോസിനെ ക്ഷണിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അതുപോലെ തന്നെ വൈകാരികവുമായ ഒരു ചടങ്ങാണിത്. ഞങ്ങൾ കുട്ടിക്കൽ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ 1983 അതുപോലെ 84 85 SSLC പാസ്സായ കുട്ടികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നത്
പഠനം കഴിഞ്ഞൊരു 30 വർഷത്തിന് ശേഷമാണ്. ആ കൂട്ടായ്മ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ കുട്ടിക്കൽ പഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഒരു സാമൂഹ്യമായ ഇടപെടൽ അനിവാര്യമാകുന്ന ഘട്ടങ്ങളിലൊക്കെ ബഹുജനങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ, ഞങ്ങളുടെ ശേഷിക്ക് അനുസരിച്ചുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുവാൻ എല്ലാം വലിയ താല്പര്യത്തോടുകൂടി ഞങ്ങൾ രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ശശിയുടെ ഒരു വീടിൻ്റെ ഒരു അവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ കൂട്ടുകാർ ഇത് ആലോചിക്കുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ജോലി ഏൽപ്പിക്കുന്നത് ഞങ്ങളുടെ തന്നെ സഹപാഠിയായിട്ടുള്ള ശ്രീ TS മാത്യുവിനെയാണ്. അദ്ദേഹം അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും വെറും 5 മാസക്കാലം കൊണ്ട് അതിൻ്റെ ജോലികൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ ഏവർക്കും സന്തോഷകരമായി തീരുന്ന ഒരു അവസരത്തിലേക്ക്, പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് എത്തിച്ചേരുകയുണ്ടായി. ഞാൻ മുഴുവൻ ആളുകളെയും നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട LC ടീച്ചറിനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും ഏറ്റവും ആവേശത്തോടു കൂടി, ഏറ്റവും സന്തോഷത്തോടു കൂടി തൻ്റെ ശാരീരികമായും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള എല്ലാ വൈഷമ്യങ്ങൾക്കിടയിലും ഞങ്ങളോടൊപ്പം നിൽക്കുവാൻ എല്ലാ കാലഘട്ടത്തിലും ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ 40 വർഷത്തിന് ശേഷവും ഞങ്ങളെയൊക്കെ പേരെടുത്ത് വിളിക്കാനും ശാസിക്കാനും സംസാരിക്കാനും സ്നേഹിക്കുവാനും ടീച്ചർ കാണിക്കുന്ന താല്പര്യത്തിനെ ഞങ്ങൾ ഏറ്റവും സന്തോഷപൂർവ്വം ഓർത്തെടുക്കുകയാണ്. ടീച്ചർക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട ബോബിക്ക് ഇവിടെ എത്തണമെന്നുണ്ടായിരുന്നു. ബോബിയുടെ നല്ല പാതി ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ സഹോദരി തന്നെയാണ്. ശ്രീമതി മെർലിനെ സ്വാഗതം ചെയ്യുന്നു. ശശിയെയും കുടുംബാംഗങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആയിരത്തി 1984-85 ബാച്ചിൽ കുട്ടിക്കൽ സെൻറ്റ് ജോർജ് സ്കൂളിൽ SSLC എഴുതിയ പ്രിയപ്പെട്ട അന്നത്തെ വിദ്യാർത്ഥിനികളും ഇന്നത്തെ മുതിർന്ന വ്യക്തിത്വങ്ങളുമായ പ്രിയ സഹോദരങ്ങളെ, സർവോപരി പ്രിയപ്പെട്ട ശശി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഇവിടെ എത്തിയിരിക്കുന്ന സ്നേഹിതരും അഭ്യുദയകാംക്ഷികളുമായ മറ്റ് പ്രിയപ്പെട്ടവർ, ഇവിടെ നിങ്ങൾ ആ പഴയ സഹപാഠികൾ ഒരുമിച്ച് ചേർന്ന് ഏറ്റവും വലിയ ഒരു നന്മ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവൃത്തി. ഒരു ഭവനം, കയറിക്കിടക്കാൻ ഒരു കൂര, അടച്ചുറപ്പുള്ള ഒരു വീട്, അന്തിയുറങ്ങാൻ ഒരാലയം, ഇതേതൊരു മനുഷ്യൻ്റെയും ഒരു ബേസിക് നീഡാണ്. ആ അടിസ്ഥാന ജീവിതാവശ്യത്തെ നിങ്ങൾ കൃത്യമായി പ്രിയപ്പെട്ട ശശിക്ക് പൂരിപ്പിച്ചു കൊടുത്തു. ഇവിടെ ഒരു വീടോ അല്ലെങ്കിൽ നിങ്ങൾ മുടക്കിയ ഏതാനും ലക്ഷങ്ങളോ അതിനപ്പുറത്ത് മനുഷ്യത്വം, നന്മ, സഹജീവി സ്നേഹം തുടങ്ങിയ നമ്മുടെ സമൂഹത്തിൽ വിളങ്ങി നിൽക്കേണ്ട മൂല്യങ്ങളുടെ ഒരു വലിയ പ്രസരണം, ആ മൂല്യങ്ങളുടെ ഒരു വലിയ സന്ദേശം, അതാണ് നിങ്ങളിവിടെ ഏറ്റവും ഉജ്ജ്വലമായി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നത്. നന്മയും സ്നേഹവും സാഹോദര്യവുമെല്ലാം ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഏറ്റവും തീക്ഷ്ണമായ, ഊഷ്മളമായ, ഏറ്റവും ഗാഢമായ, തീവ്രമായ, ആഴവും പരപ്പുമുള്ള സൗഹൃദം എവിടെയാണ്? അത് ക്യാമ്പസുകളിൽ, കലാലയങ്ങളിലാണ്. ആ സൗഹൃദത്തിൻ്റെ ആ ഒരു ഇഴയടുപ്പം, ആ ഒരു തീക്ഷ്ണത, ആ ഒരു വൈകാര്യത, ആ ഒരു സ്നേഹവായ്പ് നമുക്ക് എവിടെ കിട്ടും? പരിചയമില്ല, എങ്കിലും ബോബിയുടെ സഹധർമ്മിണി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ കുടുംബത്തെ അവരുടെ ആ വലിയ മനസ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ നിങ്ങൾ കാണിച്ച ഒരു വലിയ മാതൃക ആദരണീയായ LC ടീച്ചർ അന്ന് നിങ്ങളെ പഠിപ്പിച്ച ഗുരുനാഥയെ, മാതാപിതാ ഗുരു ദൈവമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആപ്തവാക്യം. അപ്പോൾ ആ ഗുരുസ്ഥാനീയ, ആ ഗുരുവായ LC ടീച്ചർ ഇവിടെ വരാൻ കാണിച്ച LC ടീച്ചറിൻ്റെ മനസ്സും അതുപോലെ നിങ്ങളെപ്പോഴും സ്നേഹ ബഹുമാന ആദരവുകളോടെ ആ ഗുരുശ്രേഷ്ഠയെ വന്ദിക്കുന്ന ആ വലിയ മനസ്സും എല്ലാം പ്രത്യേകം പ്രശംസനീയമാണ്. 84-85 സെൻറ്റ് ജോർജ് കോട്ടിക്കൽ ഹൈസ്കൂളിലെ SLC ബാച്ചുകാർ, പ്രിയപ്പെട്ട നിങ്ങളുടെ സതീർത്ഥ്യൻ ശശി പുത്തമ്പരിക്കലിന് വച്ച് നൽകിയ മനോഹരമായ ഈ ചെറിയ ഭവനത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള താക്കോൽ ദാന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ
അപ്പോൾ എല്ലാവരും കൂടെ വാങ്ങിച്ചു. ടീച്ചറ്, പ്രിയമുള്ള 84-85 ബാച്ചിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണിച്ച ഈ സ്നേഹ കൂട്ടായ്മയ്ക്ക് ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുന്നു. സന്തോഷം. 40 വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ആ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയ അവരെല്ലാവരും അന്നത്തെ പോലെ തന്നെ ഇന്നത്തെ ഒരേ മനസ്സോടെ ഒരേ സ്നേഹത്തോടെ പങ്കുവച്ചതിൻ്റെ അവരുടെ സേവനത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. അവരെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ നല്ല മനസ്സിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. അപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നമ്മുടെ കൂട്ടുകാർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അത് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഞങ്ങളുടെ കൂട്ടുകാരിൽ പെടുന്നതാണ് നമ്മുടെ മാത്യു. ഈ വർക്ക് ഏറ്റെടുത്ത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് പൂർത്തീകരിച്ച് ഇന്ന് താക്കോല് കൈമാറിയിരിക്കുകയാണ്. മാത്യുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മാത്യുവിനെ ഈ വർക്കിൻ്റെ മാത്യു ആക്കി തീർക്കുന്ന അവരുടെ പണിക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.